ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിദ്യ പാറൂസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒരു സേവ് ദ ഡേറ്റ് അപരതയായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതേ പാച്ചൂട്ടൻ എന്താണെന്നറിയില്ല, കാലത്തിന് നല്ല മൂഡിലാണ് കേട്ടോ. കാലത്ത് നേരത്തെ വന്നു കേട്ടോ. അപ്പോൾ ആളൊരു ആക്റ്റീവായിട്ടാണുള്ളത്. അല്ലെങ്കിൽ നല്ല മൂഡ് ഓഫിലാണെങ്കിൽ ഫുള്ള് കരച്ചിലായിരിക്കും കേട്ടോ. പിന്നെ അനിയത്തിക്കുട്ടിയുണ്ട്, ആളിത്തിരി മൂഡ് ഓഫിലാണ്. കാലത്ത് നമ്മൾ നേരത്തെ ഒരു 6 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫിലൊക്കെയാണ്. ഫുള്ള് പാക്കിംഗ് ആണ്, മൊത്തം കാറിൽ ഡ്രസ്സൊക്കെ വലിച്ചിട്ടുണ്ട്. കാലത്ത് നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് കവറൊന്നും തിരഞ്ഞ് സമയം കളയാനില്ല. അതുകൊണ്ട് എല്ലാം കാറിൽ ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇതേ കാണുന്ന കണ്ടില്ലേ, നമ്മുടെ കല്യാണ ചെക്കൻ സേവ് ദ ഡേറ്റ് എടുക്കാൻ പോണം. പിന്നെ ഞാൻ എന്താ പറയുക, കുളിച്ച് റെഡിയായിട്ട് ചന്ദനക്കുറിയായിട്ട് ഞാനും ബാധിച്ച് നല്ല ആക്റ്റീവാണ് കേട്ടോ. ആരുടെ സേവ് ദ ഡേറ്റാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഏട്ടൻ്റെ, നമ്മുടെ സ്വന്തം ഏട്ടനല്ല, എൻ്റെ സ്വന്തം ഏട്ടൻ്റെ സേവ് ദ ഡേറ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. കല്യാണത്തിന് ഒരു 2 ആഴ്ച മുമ്പായിട്ടാണ് നമ്മൾ ഈ സേവ് ദ ഡേറ്റിനായിട്ട് പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരനെയും കൂടി നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്, കല്യാണ പെണ്ണിനെ. അപ്പോൾ ആളുടെ അവിടെ ദേ എത്തിയിട്ടുണ്ട്. ആൾ നേരത്തെ തന്നെ ആൾ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾ അപ്പോൾ നിന്ന് മുഷിഞ്ഞതിൻ്റെ ആ ഒരു ഫേസിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആളും നല്ല സിമ്പിളായിട്ട്, നമ്മൾ സിമ്പിൾ കോസ്റ്റ്യൂമാണ് പറഞ്ഞത്. അപ്പോൾ സിമ്പിളായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, കയറി വന്നിട്ടുണ്ട്. ഇതേ കാണുന്നുണ്ടല്ലേ, മുഖം കുറേ നിന്ന് മുഷിഞ്ഞതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ ആൾ കയറിയത് അതേ ഒരാൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. സാരിൻ്റെ തുമ്പ് കാറിൽ പെട്ടതിൻ്റെ ആ ഒരു ചെറിയ ദേഷ്യത്തിലാണ്. അങ്ങനെ ആ ദേഷ്യം കാണിക്കണം. അപ്പോൾ അങ്ങനെ കറക്റ്റ് ദേ നമ്മുടെ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അടിപൊളി അടിപൊളി അടിപൊളി. എവിടെയാണെന്ന് മനസ്സിലായോ? നമ്മുടെ കൊല്ലങ്കോട്. നമ്മുടെ കൊല്ലങ്കോട് പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ് മക്കളെ. ഒരു രക്ഷയില്ല. അപ്പോൾ അവിടെ എത്തിയതും എന്താ പറയുക, മൂഡ് ഓഫിലായ അനിയത്തിക്കുട്ടിയൊക്കെ എന്താ പറയുക, തുള്ളി ചാടാൻ തുടങ്ങി. അപ്പോൾ വ്യൂ പോയിൻ്റ് ഭയങ്കര രസമായിരിക്കുമല്ലോ. കൊല്ലങ്കോടിന് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര നല്ല രസമായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ഭയങ്കര രസമാണ്. ആ നെൽപ്പാടങ്ങളൊക്കെ ആയി കറക്റ്റ് ആ ഒരു സമയത്തും ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ പാടം വരുമ്പോഴത്തൊക്കെ ചെണ്ടുമല്ലി ഡാലിയൻ്റെ ആ ഒരു ചെടികളൊക്കെ വെച്ചതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. പിന്നെ അതേ നമ്മുടെ ഷൂട്ട് എടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്യാമറമാൻ ചേട്ടൻ വന്നിട്ട് തൃശ്ശൂരുകാരനാണ് കേട്ടോ, നമ്മുടെ ഏട്ടൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ആളും ഭയങ്കര ആക്റ്റീവാണ്. മൂപ്പര് നേരത്തെ ഇതിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആളും കറക്റ്റായിട്ട് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾ ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഫ്രീ ടൈപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഫോട്ടോസിനായാലും ശരി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതേ കാണുന്നുണ്ടല്ലേ വ്യൂ പോയിൻ്റ്, ഭയങ്കര രസം മലയൊക്കെ കാണാൻ. പാച്ചോട്ടനൊരു പിക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അടിപൊളി പിക്ക്. പിന്നെ ഞാനും അപ്പവും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസിന് വേണ്ടിയിട്ട് പോസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവർക്ക് പോസ് പറഞ്ഞു കൊടുക്കാൻ വേറെ കുറച്ച് ഐഡിയാസൊന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിൽക്കുക ഇങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ക്യാമറ ചേട്ടന്മാരും പറയേണ്ട ഓരോ പോസുകൾ പറയേണ്ടത്. അങ്ങനെ കുറച്ച് നമ്മുടെ 2-3 പിക്ക്, നല്ല നല്ല പിക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി പിക്കുകളാണെന്ന് പറയാം. ഓരോ പിക്ക് എടുക്കുമ്പോഴും അടിപൊളി രസമായിരുന്നു. പിന്നെ നമുക്ക് വ്യൂ കാണുമ്പോൾ തന്നെ അറിയാലോ അടിപൊളിയെന്ന്. നമ്മളൊക്കെ ചില്ല് മൂഡിലായിരുന്നു. അവിടെ എത്തിയതും പറയണ്ട, എന്താ പറയുക, മറ്റേ ബട്ടർഫ്ലൈ പറക്കണ പോലെ ആ ഒരു ഫീലായിരുന്നു. ഭയങ്കര രസമായിരുന്നു മൊത്തത്തിൽ അവിടെ. പിന്നെ കുറച്ച് നേരം ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതും പാച്ചോട്ട് ഇതേ മാമനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ ഡിസ്റ്റർബ് ചെയ്യേണ്ടാവുന്നിട്ട് ഞങ്ങൾ കുറച്ച് ദൂരത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ ഒരു ശല്യം വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരത്ത് നിന്നിട്ട് പിന്നെ ഇതേ പാച്ചോട്ടൻ കുറേ നേരമൊക്കെ കഴിഞ്ഞത് ഇതിൽ കളയൊക്കെ ആയിരുന്നു. ആൾക്കും ഭയങ്കര ഇഷ്ടമായി അവിടെ വന്നപ്പോൾ, നമ്മുടെ കൊല്ലങ്കോട് വന്നപ്പോൾ. പിന്നെ നമ്മുടെ സെക്കൻഡ് കോസ്റ്റ്യൂമിനായിട്ട് ആൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സെക്കൻഡ് കോസ്റ്റ്യൂമിനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. കാറിൽ വെച്ച് തന്നെ നമ്മുടെ ഡ്രസ് കോസ്റ്റ്യൂമൊക്കെ അവിടെ നിന്ന് മാറ്റി, കൊല്ലങ്കോട് തന്നെ മാറ്റി. പിന്നെ മേക്കപ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കാറിൽ കയറിയിട്ടായിരുന്നു. പിന്നെ സെക്കൻഡ് വ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ കൊല്ലങ്കോട് തന്നെ ചിങ്ങഞ്ചിറ എന്ന് പറയും. ചിങ്ങഞ്ചിറേൻ്റെ സൈഡായിട്ടാണ് കേട്ടോ. ഒരു കുളമൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് പറഞ്ഞാൽ. ഒരു എന്താ പറയുക, ഭയങ്കര രസമെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. നല്ലൊരു മലയും ആ ഒരു കുളവും താറാവും നല്ല രസമായിരുന്നു. പിന്നെ 2 പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട 2 പിക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി അവസാനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫാമിലി പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ സേവ് ദ ഡേറ്റ് അതായത് എടുക്കാൻ പോവുകയാണെങ്കിൽ സത്യമായിട്ട് സജഷൻ ചെയ്യുന്നത് കൊല്ലങ്കോടാണ് കേട്ടോ. അടിപൊളി പ്ലേസ് പറഞ്ഞാൽ അടിപൊളി പ്ലേസാണ്. നല്ല സേവ് ദ ഡേറ്റ് എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കൊല്ലങ്കോട്. അതുകൊണ്ട് ഞാൻ സജഷൻ ചെയ്യുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സി യു.